നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ IPO വിശേഷമാണ്. 1982 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. ഇവർ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് വെൽഡിംഗ് കൺസ്യൂമബിൾസ് ആണ്, വെൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ. അതുപോലെ തന്നെ തേയ്മാനം സംഭവിക്കാതിരിക്കാനുള്ള വിയർ പ്ലേറ്റ്സ്, വിയർ പാർട്സ്, പിന്നെ വലിയ ഘന എഞ്ചിനീയറിംഗ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെവി എഞ്ചിനീയറിംഗ് എക്യുപ്മെൻസും നിർമ്മിക്കുന്നുണ്ട്. ഈ കമ്പനി നാഗ്പൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ IPO സെപ്റ്റംബർ 26 ഓപ്പൺ ചെയ്ത് സെപ്റ്റംബർ 30 ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ്. ഇവർ വിപണിയിൽ നിന്ന് റേസ് ചെയ്യുന്നത് 158 കോടി രൂപയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി സ്വരൂപിക്കുന്നത് എന്നുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെയില്ല. നമുക്കപ്പോൾ ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് ഒന്ന് നോക്കാം. നാഗ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി പ്രധാനമായിട്ടും വലിയ എക്യുപ്മെൻസുകളുടെ റിപ്പയറുകളും റീകണ്ടീഷനുകളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതുകൂടാതെ ഇവർ നിർമ്മിക്കുന്ന വിയർ പ്രൊട്ടക്ഷൻ പൗഡറുകളുണ്ട്, വെൽഡിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും മെഷീൻസ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വലിയ വലിയ യന്ത്രഭാഗങ്ങളുടെ സൂപ്പർ കണ്ടീഷനിങ് പ്രോസസ്സ് കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് സർഫസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെഷീൻ കോമ്പോണൻസ് എന്ന് പറയും. അതായത് കമ്പനി ഈ എക്യുപ്മെൻസുകളുടെ സർവീസ് ലൈഫ് കൂട്ടുകയും അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തേയ്മാനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സൂപ്പർ കണ്ടീഷനിങ് പ്രോസസ്സാണ് ആ കമ്പനി ചെയ്തു കൊടുക്കുന്നത്. അത് വലിയ വ്യവസായങ്ങളിലെ യന്ത്രഭാഗങ്ങൾക്ക്. പ്രധാനമായിട്ട് 4 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സിനുള്ളത്. അതിൽ 3 എണ്ണവും ഹിംഗ്ന എന്ന് പറയുന്ന നാഗ്പൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. 4ാമത്തേത് ഖാപ്രിയിലാണ്, അതും നാഗ്പൂർ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഈ കമ്പനിയിൽ ഇതെല്ലാം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ട് പ്രധാനമായിട്ട് 130ഓളം എഞ്ചിനീയർമാരടങ്ങുന്ന ഒരു നല്ല ടീം കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ പ്രധാനമായിട്ടും വെൽഡിംഗ് ഇലക്ട്രോഡ്സ് സ്പെഷ്യൽ പർപ്പസിനായിട്ടുള്ളത് നിർമ്മിക്കുന്നു. അതുകൂടാതെ ഫ്ലക്സ് കോഡ് വയേഴ്സ്, വിയർ പ്ലേറ്റ്സ്, വിയർ പാർട്സ് ത്രൂ ഫാബ്രിക്കേഷൻ ആൻഡ് മെഷീനിങ്. പിന്നെയുള്ളത് കോട്ടിംഗ് ഫോർ അബ്രേഷൻ ആൻഡ് കൊറേഷൻ റെസിസ്റ്റൻസ്, അതായത് തേയ്മാനവും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള കോട്ടിങ്. പിന്നെ ഫ്ലക്സ് കോഡ് വയേഴ്സ്, അത് പുതുതായിട്ട് തുടങ്ങിയതാണ്. വിയർ പ്ലേറ്റ്സ്, ഹെവി എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ഇതെല്ലാം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഈ 4 യൂണിറ്റുകളിൽ നടക്കുന്നത്. ഇഷ്യൂവിന് മുമ്പ് പറയുകയാണെങ്കിൽ 93.1% ഓഹരികളും പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം തന്നെയാണ്. പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രശാന്ത് ഗാർഗ്, അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അതുകൂടാതെ ഡോക്ടർ നിതിൻ ഗാർഗ്, ചിത്ര ഗാർഗ്, ഇത്രയും പേരാണ് പ്രധാന പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ. ഇനി കമ്പനിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ EPS 8.24, PE റേഷ്യോ 20.4, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 18.52%, NAV 68.11 പെർ ഷെയർ എന്നുമാണ് കാണുന്നത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ 2022 208.75 കോടി രൂപയായിരുന്നത് അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് 258.67 കോടി രൂപ എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചു. അത് 2024 ആയപ്പോഴത്തേക്കും 285.56 കോടി രൂപയിലേക്ക് അത് വീണ്ടും വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 2023 നിന്ന് 24 വരുമ്പോഴത്തേക്കും 10% വർധനവാണ് റവന്യൂ സൈഡിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി നെറ്റ് ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ 17.05 കോടി രൂപയാണ് 2022 കമ്പനിയുടെ അറ്റാദായം. അത് 2023 ആയപ്പോഴത്തേക്ക് 22.15 കോടി രൂപയായി. 2024 ആയപ്പോഴത്തേക്കും 30.8 കോടി എന്നുള്ള ലെവലിലേക്ക് അവരുടെ അറ്റാദായത്തിൽ വർധനവുണ്ടായി. അതായത് 2023 നിന്ന് 24 വരുമ്പോൾ 39% വർധനവാണ് അറ്റാദായത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കമ്പനിയുടെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ അഡോർ വെൽഡിംഗ് എന്ന് പറയുന്ന കമ്പനി, അതിൻ്റെ PE റേഷ്യോ 29.01 പിന്നെ AIA എഞ്ചിനീയറിംഗ് 35.88 അതിൻ്റെ PE റേഷ്യോ. ഈ 2 കമ്പനികളാണ്
പ്രധാനമായിട്ടും ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവർ സ്വരൂപിക്കുന്ന ഈ ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിക്കും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന കാര്യം, അത് 4ാമത്തെ യൂണിറ്റ് ഉണ്ടല്ലോ അവരുടെ ഖാപ്രിയിലുള്ള, ആ യൂണിറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 71.38 കോടി രൂപ മുടക്കുന്ന അവർ പറയുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് സോനഗാവോണിൽ, അതായത് ആദ്യത്തെ 3 യൂണിറ്റുകളുള്ള ആ ഒരു സ്ഥലത്ത് പുതിയൊരു യൂണിറ്റ് കൂടി തുടങ്ങാനായിട്ട് കമ്പനി 30.39 കോടി രൂപ അവിടെ മുടക്കും. പിന്നെ ഒരു 22 കോടി രൂപ അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മെഷീനറികളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചിലവാക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ബാക്കി വരുന്ന എമൗണ്ട് അവർ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലവാക്കുമെന്നാണ് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡിഫ്യൂഷൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 159 രൂപ മുതൽ 168 രൂപ വരെയാണ്. 158 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്ന. എല്ലാം ഫ്രഷ് ഓഹരികളാണ്, ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. 88 ഓഹരികളാണ്, 88 ഷെയർസാണ് ഇതിൽ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന മിനിമം ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെയാണ് HNIസിന് അപ്ലൈ ചെയ്യാവുന്നത്. HNIസിന് 15%, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 50% ഓഹരികളാണ് കൊടുക്കുന്നത്. എന്നാൽ റീറ്റെയിലേഴ്സിന് 35% ഓഹരികൾ കൊടുക്കുന്നുണ്ട്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നതാണ് ഈ കമ്പനി. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഒക്ടോബർ 1-ാം തീയതി ആയിരിക്കും. ലിസ്റ്റിംഗ് വരുന്നത് ഒക്ടോബർ 4-ാം തീയതിയും ആയിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, ഇതിൻ്റെ 2024 ഏണിങ്സ് വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഈ ഇഷ്യൂ ഒരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പർ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അപ്പർ ബാൻഡിലെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 628 രൂപ, 628.76 കോടി രൂപയായിരിക്കും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരിക ഇഷ്യൂ കഴിയുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം, കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസ് നല്ലപോലെ 163 കോടി രൂപയുടെ അടുത്തുണ്ട്. ബോറോയിങ്സ് ഒക്കെ കുറവാണ്, 34 കോടിയുടെ അടുത്തേ കണ്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഖനവ്യവസായ രംഗത്ത് വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. സിമൻറ്റ്, സ്റ്റീല്, പിന്നെ പവർ, മൈനിങ്, എൻജിനീയറിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഷുഗർ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ അതായത് അത്രയ്ക്ക് വലിയ മാനുഫാക്ചറിങ് കമ്പനികളുടെ മെഷീനറികൾക്ക് ആവശ്യമായിട്ടുള്ള വിയർ പ്ലേറ്റ്സ് എല്ലാം കൊടുക്കുന്ന ഒരു കമ്പനിയാണിത്. വളരെയധികം എക്സ്പോർട്ടും ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റുകളാണ് കമ്പനിയുടെക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണെന്ന് തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കമ്പനിയുടെ ലീഡ് മാനേജർ യൂണിസ്റ്റോൺ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. അപ്പോൾ ഈ കമ്പനി അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. അവർ 2022-ലും 2023-ലും 40% വെച്ച് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിലും തുടർന്നേക്കാം, നല്ല പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ ഈ കമ്പനി മികച്ച ഒരു കമ്പനി തന്നെയാണെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഡിഫ്യൂഷൻ എൻജിനീയേഴ്സ് ലിമിറ്റഡിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ട് കാണുമായിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട, അതുപോലെ കമൻറ്റുകൾ ഇടാനും നിങ്ങൾ വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനും മടിക്കണ്ട. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.